ചക്കക്കുരുവിൻ്റെ തൊലി കളയാൻ പഴയ ഒരു ഫ്രൈങ് പാനിലോട്ട് നമ്മൾ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഈ തൊലി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പൊടി. ചക്കക്കുരു നമ്മൾ കുറച്ച് നേരം ചൂടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഈ തൊലി ഇങ്ങനെ പൊടിച്ചാൽ മതി. ഇത് ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു. ഇതിനി വെള്ളത്തിൽ ഇട്ടാൽ മതി. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് നമുക്കിഷ്ടമുള്ള കറി, ചക്കക്കുരു മാങ്ങയോ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയോ ചക്കക്കുരു കൊണ്ട് എന്നാ സാധനം വേണേലും ഉണ്ടാക്കാം. ഇത് പൊടിച്ചിട്ട് മിക്സി പൊടിച്ചിട്ട് വറുത്ത് കുപ്പിക്കകത്തിട്ട് വെച്ചാൽ നമുക്ക് ചക്കക്കുരു ഇല്ലാത്ത കാലത്ത് ചക്കക്കുരു കൊണ്ട് കറികൾ വെക്കാം. അപ്പം നമ്മൾ കുത്തിയിരുന്ന് പൊളിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ പതുക്കെ കുറഞ്ഞ് ചൂടാക്കി കഴിയുമ്പോൾ അങ്ങ് തൊലി അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ പൊളിച്ച് എടുക്കാം.